ശ്രീ കെ അനിൽകുമാർ, മുഖ്യമന്ത്രിയുടെ മകൾ ഇല്ലാത്ത സേവനത്തിനാണ് CMRൽ നിന്ന് പണം വാങ്ങിയതെന്നും അത് നേരത്തെ പറഞ്ഞതുപോലെ 1,70,00,000 രൂപയല്ല 2,70,00,000 രൂപയുണ്ടെന്നും ഇത് ഇല്ലാത്ത സേവനവും സാമ്പത്തിക കുറ്റകൃത്യവുമാണ് എന്നാണ് SFIO കുറ്റപത്രത്തിൽ പറയുന്നത്. CPMന്റെ പ്രതികരണം എന്താണ്? സംസ്ഥാന സർക്കാരോ കേരള മുഖ്യമന്ത്രിയോ തെറ്റായ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആ ഹൈക്കോടതി വിധിയുടെ സാരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായും നിയമപരമായും കേരള സംസ്ഥാന സർക്കാരിന് വിരുദ്ധമായ നിലയാണുള്ളത് എന്ന കാര്യം സ്ഥാപിക്കപ്പെട്ടു എന്ന അഭിമാനത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. യഥാർത്ഥത്തിൽ SFIO ഇപ്രകാരം ഒരു കണ്ടെത്തൽ നടത്തിയിട്ടേ ഇല്ല. രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വളരെ ബോധപൂർവമായി ഒരു അനുമതി കൊടുക്കുക മാത്രമാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. എന്റെ കയ്യിൽ SFIOയുടെ കുറ്റപത്രത്തിന്റെ കോപ്പി ഇരിക്കുന്നു ശ്രീ അനിൽകുമാർ. അതിനകത്ത് പറയുന്നത് ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ എന്നാണ്. 2,70,00,000 രൂപ വീണ തൈക്കണ്ടിയിൽ എന്ന മുഖ്യമന്ത്രിയുടെ മകൾ ഈ കമ്പനിയിൽ നിന്ന് ഒരു സേവനവും ഇല്ലാതെ കൈപ്പറ്റിയിട്ടുണ്ട്. എന്തിന്? ഒരു കുടുംബത്തിൽ ഒന്നും എങ്ങനെയാവാം? എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലെ പോയത്? SFIO കണ്ടെത്തുന്നത് നിങ്ങൾ എല്ലാവരും ബാധിച്ചുകൊണ്ടിരുന്നത് ശ്രീ അനിൽകുമാർ, മുഖ്യമന്ത്രിയുടെ മകൾ സേവനം നൽകിയാണ് പണം വാങ്ങിയത് എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് SFIO കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞ 1,70,00,000 രൂപ ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ കരാറുണ്ടാക്കി ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ കൈപ്പറ്റിയെന്ന് മാത്രമല്ല, ഈ കരിമണൽ കമ്പനിയിൽ നിന്ന് കർത്തായിൽ നിന്ന് 1 കോടി രൂപ വായ്പ എന്ന നിലയിലും കൈപ്പറ്റി. പക്ഷെ അത് തിരിച്ചു കൊടുത്തിട്ടില്ലെന്നാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇല്ലാത്ത സേവനത്തിന്റെ പേരിലും എടുക്കാത്ത വായ്പയായും ഇങ്ങനെ കോടികൾ ഈ കമ്പനിയിൽ നിന്ന് വാങ്ങാനുള്ള കാരണം എന്താണ്? അത് തന്നെയാണ് വ്യക്തമാക്കിയത്. AK ആന്റണിയുടെ കാലത്ത് കരിമണൽ ഖനനം നടത്താൻ അനുമതി കൊടുത്തതുപോലെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി യാതൊരു തരത്തിലും ആ കമ്പനിക്ക് അനുകൂലമായി എന്തെങ്കിലും കാര്യം ചെയ്തിട്ടില്ല എന്ന് ഹൈക്കോടതി വിധിച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രിയെയും മകളെയും ആക്രമിക്കാനും CPMനെയും സർക്കാരിനെയും കടന്നാക്രമിക്കാനും BJPയുടെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണ്. ആ ചട്ടുകത്തിന്റെ മുനയൊടിക്കാനുള്ള കരുത്ത് കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട്. നിയന്ത്രിക്കുന്ന നിർമ്മലാ സീതാരാമനെ മുഖ്യമന്ത്രി കഴിഞ്ഞ മാസം ഡൽഹിയിൽ പോയി കണ്ടത്. അത് നിങ്ങൾ വ്യക്തിപരമായി എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന ഒരാളാണ് കേരള മുഖ്യമന്ത്രി നിങ്ങൾ ധരിച്ചോ? പിന്നെ എന്തിനാണ് പോയത്? അദ്ദേഹം പറയുന്നില്ലല്ലോ. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ പ്രോസിക്യൂഷൻ നടത്താൻ അനുമതി നൽകുന്ന സമയത്ത് ഇതിനു മുൻപ് ഒരിക്കലും പിണറായി വിജയൻ ചെയ്തിട്ടില്ലാത്തതുപോലെ ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ വ്യക്തിപരമായി കാണാൻ അദ്ദേഹം തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? അതൊന്നും എനിക്കറിയാൻ മേല. ഒരു മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും കൂടി കണ്ടുകൊണ്ട് കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്തിന് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ മാർച്ച് 31 മുമ്പ് എന്തെല്ലാം കാര്യങ്ങളിലാണ് തീരുമാനമായിട്ടുള്ളത് എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ നാക്ക് കയ്യിലില്ലായിരുന്നെങ്കിൽ ഔദ്യോഗികമായ അത്തരം സംഭാഷണങ്ങൾ നടത്തുന്നതിനപ്പുറത്ത് ഒരു കൂടിയാലോചനയ്ക്ക് പോകുന്ന യാദൃച്ഛികമായിരിക്കാം. ഈ പ്രോസിക്യൂഷൻ അനുമതി നൽകേണ്ട സമയത്താണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ പുറത്തു പറയാത്ത കാര്യങ്ങളുടെ പേരിൽ മുഖ്യമന്ത്രി ചർച്ച നടത്തിയത്. തീർത്തും യാദൃച്ഛികമായി നടന്നതായിരിക്കാം ശ്രീ അനിൽകുമാർ. മുഖ്യമന്ത്രിയുടെ മകൾ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ പ്രതിയായി വിചാരണ നേരിടുന്ന സാഹചര്യത്തെ CPM എങ്ങനെ നേരിടും? ശ്രീ അനിൽകുമാർ, താങ്കൾക്ക് കേൾക്കാമോ? മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോൾ പോവുമായിരിക്കും. ശ്രീ അനിൽകുമാർ, ഓക്കെ, ഫോൺ കട്ടായിട്ടുണ്ടാകും. സംശയമൊന്നുമില്ലല്ലേ? ശ്രീ M. ജയചന്ദ്രൻ, മുഖ്യമന്ത്രിയുടെ മകൾ സാമ്പത്തിക തട്ടിപ്പ് ചെയ്തിരിക്കുന്നു എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസി കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നു. അടക്കമുള്ള മാധ്യമങ്ങൾ എത്രയോ കാലമായി ഈ വിഷയം നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. 2023 ജൂൺ മുതൽ ഈ ചോദ്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് ആർക്കെങ്കിലും ഉത്തരം കിട്ടിയിരുന്നോ? താങ്കൾക്ക് ഉത്തരം കിട്ടിയിരുന്നോ? ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പോ അത് അന്വേഷിച്ച കേന്ദ്ര ഏജൻസി പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിക്കായിട്ട് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യവും അവസാനിക്കുകയല്ലോ, ഒടുക്കാമല്ലോ. അവസാനിക്കട്ടെ, തുടങ്ങുകയല്ലേ. മുഖ്യമന്ത്രി നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ എന്തായിരുന്നു സേവനമെന്ന്. അങ്ങനെ ഒരു സേവനം ഇല്ലാത്ത സേവനത്തിനാണ് ഈ 2,70,00,000 രൂപ വീണ മുഖ്യമന്ത്രിയുടെ മകൾ കൈപ്പറ്റിയത് എന്ന് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നു. ശ്രീ ജയചന്ദ്രൻ, അത് അഴിമതിയല്ലാതെ മറ്റെന്താണ്? അപ്പൊ ഇവന്മാര് കൊള്ളക്കാരാണോ? അല്ല, കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തീർന്നോ? തീർന്നില്ലെന്നല്ലോ ഞാൻ ചോദിച്ചത്. അല്ല, കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയുടെ വിജിലൻസ് അന്വേഷണം ഇല്ല എന്ന ഹൈക്കോടതി വിധി വന്നപ്പോഴേക്കും ഇത് തീർന്നു എന്ന് പറഞ്ഞത് ആരാണ്? CPM അല്ലേ? വിടുതരേ പറയുള്ളൂ, തെണ്ടി. സേവനം കിട്ടിയിട്ടില്ല എന്ന് പറയേണ്ടത് ഏതെങ്കിലും ഉദ്യോഗസ്ഥനല്ല,
ഈ കമ്പനി ഉടമയാണ് പറയേണ്ടത്. അയാളും പ്രതിയാണ് ശ്രീ ജയചന്ദ്രൻ. അയാളും ഈ കുറ്റപത്രത്തിൽ പ്രതിയാണ്. CMRന്റെ MD ശശിധരൻ കർത്ത ഈ കുറ്റപത്രത്തിൽ പ്രതിയാണ്. താങ്കൾ പറയുന്ന ഇപ്പോഴും ഈ ആനുവൽ മെയിന്റനൻസ് കരാർ എന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റുന്നു നിങ്ങൾക്ക്? ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ തെളിയിക്കാൻ കഴിയാത്ത AMC ഞാൻ തരണോ? നിങ്ങളെന്താണ് വാശി പിടിക്കുന്നത്? മറുപടി പറയുന്നതിന് ഒരു ലോജിക്ക് വേണമെന്ന് എനിക്ക് വാശി പിടിക്കാമല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ മറുപടിയിൽ ലോജിക്ക് വേണമെന്ന് എനിക്ക് വാശി പിടിക്കാമല്ലോ. കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ തെളിയിക്കാൻ കഴിയാത്ത AMC ആണ് താങ്കൾ ഇപ്പോഴും വാദിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസി മുന്നിൽ കാണിക്കാൻ പറ്റാത്ത AMC ആണോ ഇത്? മണ്ടത്തരം പറയാതെ വിഡ്ഢിയാണെങ്കിലും ചേട്ടൻ ഒരു യുക്തിവാദിയല്ലേ? അല്ല, അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിലല്ലോ ഇത് തെളിയിക്കേണ്ടത്. പിന്നെ എവിടെയാണ്? കോടതിയിലല്ലേ തെളിയിക്കേണ്ടത്? പിന്നെ എവിടെയാണ്? അല്ല, കോടതിയിൽ തെളിയിക്കാൻ പോയിട്ട് അവിടെ നിന്നൊക്കെ തള്ളിയില്ലേ ശ്രീ ജയചന്ദ്രൻ? കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക്ക് പോയിട്ട് തള്ളിയില്ലേ? കോടതിയിൽ തെളിയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എക്സാലോജിക്കിന്റെ ഹർജി കോടതിയിൽ തെളിയുമായിരുന്നില്ലേ? ഒന്ന് പോടോ. കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ തെളിവ് ഹാജരാക്കാൻ പറ്റില്ല. എന്താണ് തോന്നുക? എല്ലാം തെളിഞ്ഞു കഴിഞ്ഞു. എല്ലാം തെളിഞ്ഞിട്ടില്ല. അങ്ങനെയാണോ? തെളിയിക്കാൻ എക്സാലോജിക്കിനും മുഖ്യമന്ത്രിയുടെ മകൾക്കും കഴിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് ശ്രീ ജയചന്ദ്രൻ. ദയവായി മനസ്സിലാക്കൂ. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഉത്തരം അങ്ങനെ ഒരു സേവനം ഇല്ല എന്നാണ്. ഉണ്ട് എന്ന് CPM-ഉം മുഖ്യമന്ത്രിയും വാദിച്ചുകൊണ്ടിരുന്ന ഒരു സേവനം ഇല്ല എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നു. താങ്കൾ പറഞ്ഞ പോലെ തീർന്നു എന്നല്ല, തുടങ്ങിയെന്നാണ് ചോദ്യം. നീ തീർന്നടാ, നീ തീർന്നു. സേവനം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് എങ്ങനെ അറിയാം സേവനം ഉണ്ടെന്ന്? ഇതുവരെ കോടതിയിൽ തെളിയിക്കാൻ പറ്റാത്ത, കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ തെളിയിക്കാൻ പറ്റാത്ത സേവനം ഉണ്ടെന്ന് ശ്രീ ജയചന്ദ്രൻ എങ്ങനെ അറിയാം? ശ്രീ ജയചന്ദ്രൻ എങ്ങനെ അറിയാം? കോടതി പറയട്ടെ. ശ്രീ ജയചന്ദ്രൻ എങ്ങനെ അറിയാം? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. നിങ്ങൾക്ക് അങ്ങനെ ഇല്ലെന്നറിയാം. അതുപോലെ എനിക്കറിയാവുന്നത് ലോജിക് വെച്ചാണ്. 3 അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. ആദായ നികുതി വകുപ്പ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവുണ്ട്. അവിടെ നിന്ന് തുടങ്ങിയതാണ്. അവിടെ നിന്ന് തുടങ്ങിയതാണ് ശ്രീ ജയചന്ദ്രൻ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ആദായ നികുതി വകുപ്പ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലുണ്ട് ഇങ്ങനെ ഒരു സേവനമില്ല. രണ്ടാമത്തേത്, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷിച്ചു, സേവനമില്ല എന്ന് അവരും കണ്ടെത്തി. ഏറ്റവും ഒടുവിലാണ് SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു സേവനമില്ല എന്നാണ്. ഇയാളെ കൊണ്ട് ഒന്നും കൂട്ടിയാൽ കൂടും തോന്നണില്ല. എനിക്കത് വിശ്വസിക്കാനുള്ള ന്യായം എനിക്കുള്ളതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത്. എന്താണ് ന്യായം? ഈ പറയുന്ന ന്യായം എന്താണെന്ന് പറയൂ. നമ്മൾ ജനങ്ങളോടാണല്ലോ സംസാരിക്കുന്നത്. ഞാനും താങ്കളും തമ്മിലുള്ള സംവാദമല്ല. അതിനെനിക്ക് എന്റേതായ യുക്തിയുണ്ടെന്നേ. ഒരു പ്രത്യേക ജീവിതമല്ലേ? വെറുതെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ മനുഷ്യർക്ക്. എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ട ആ വിശ്വാസത്തിന്. അതെ, നിങ്ങളുടെ യുക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നു, എന്റെ യുക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. താങ്കളുടെ യുക്തി എന്താണ്? താങ്കളുടെ യുക്തി എന്താണ്? ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് പിണറായി വിജയനും കമ്പനിയും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് നിലവിലുണ്ട്. ആ കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ സേവനം കിട്ടിയോ ഇല്ലയോ നിശ്ചയിക്കേണ്ടത് ആരാണ്? കമ്പനി ഉദ്യോഗസ്ഥരാണോ, കമ്പനി ഉടമയാണോ, എഗ്രിമെന്റ് ഒപ്പിട്ടവർ തമ്മിലാണോ, അതോ ശമ്പളം വാങ്ങിക്കുന്നവർ തമ്മിലാണോ തീരുമാനിക്കുന്നത്? അതാണ് ഞാൻ ചോദിച്ചത്, ആദ്യമേ തന്നെ ചോദിച്ചത്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണ? ആവർത്തിച്ച് പറയുന്നു. എന്നാലും അതെന്തൊരു തരത്തിലുള്ള ത്യാഗസഹമായ നിലപാടായിരിക്കും ശ്രീ ജയചന്ദ്രൻ? അതായത് മുഖ്യമന്ത്രിയുടെ മകൾ SFIO കുറ്റപത്രത്തിൽ പ്രതിയായി സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കുള്ള വിചാരണ നേരിടാൻ പോവുകയാണ്. ഇതുവരെ ഈ AMC എന്താണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. ഇനി മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായി നിൽക്കാൻ പോവുകയാണ് കൊച്ചിയിലെ പ്രത്യേക സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കുള്ള പ്രത്യേക കോടതിയിൽ. എന്നാലും അത് പറയില്ല. എന്താണ് ഈ കരാറെന്ന് പറയില്ല. കോടതിയിൽ മാത്രം എല്ലാം പറഞ്ഞോളാം എന്ന് പറയാൻ അങ്ങനെ തെരഞ്ഞെടുത്ത സ്ഥാനത്തിരിക്കുന്നവർക്ക് പറ്റില്ല. കണ്ടോ, ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒറ്റ അടിയടി കോയ. സ്ഥാനത്തിരിക്കുന്ന ആളല്ലല്ലോ പിണറായി വിജയൻ. മുഖ്യമന്ത്രിയാണല്ലോ പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ അഭിപ്രായം മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ CPM-ന്റെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്. അല്ലെ, ഞാൻ പാർട്ടി കോൺഗ്രസ് ഇല്ലാത്ത വ്യക്തിയാണ്. എനിക്കറിയില്ല അദ്ദേഹം നിലപാട് എന്താണെന്നുള്ളത്. എനിക്ക് പറയാനും കഴിയില്ല. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അല്ല, എനിക്കറിയാൻ വയ്യുന്നേ. ഞാൻ അതിന്റെ പുറകെ നടക്കുന്ന ആളല്ല ഞാൻ. എന്തുകൊണ്ട് വീണ അതിന് മറുപടി പറഞ്ഞില്ല, തിരിച്ചു കൊടുത്തില്ല? എന്തിനാണ് അവർ പൈസ വാങ്ങിച്ചത്? ഷെയ്ഡി ക്യാരക്ടർ അല്ലേ? ഇതിനൊന്നും പുറകെ നടക്കാൻ എനിക്ക് നേരമില്ല. 3 കോടിക്ക് തൊട്ടടുത്ത് പണം വാങ്ങുന്നത് എന്തിനാണെന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ട കാര്യം ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കേരളത്തിലെ ജനങ്ങൾ മുഴുവനും ഇത് അന്വേഷിച്ച് കൊടിയും പിടിച്ച് മാർച്ച് ചെയ്ത് ഇവരുടെ പിന്നാലെ നടക്കുകയാണെന്ന് തോന്നുമല്ലോ പറച്ചിൽ കേട്ടാൽ. കേരളത്തിലെ ജനങ്ങൾ അത് അറിയേണ്ട കാര്യമുണ്ടോ? എന്താണ് പറയുന്നത്? മര്യാദയെങ്കിലും വേണ്ടേ? അതെ, ആ മര്യാദയെങ്കിലും വേണ്ടേ? കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ കോടികൾ വാങ്ങിയാൽ നിങ്ങൾക്ക് എന്താ? ഇത്രയും കാലം അങ്ങനെ തന്നെയാണ് ചോദിച്ചത്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്.
ഇത്തവണ ഹൈക്കോടതിയിൽ നിന്ന് ഈ വിജിലൻസ് അന്വേഷണം ഇല്ല എന്നൊരു വിധി വന്നല്ലോ. ആ സമയത്ത് ഇതൊന്നുമല്ല, ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല, ഇത് നമ്മുടെ കേസല്ല എന്നൊന്നുമല്ല CPM-ന്റെ നേതാക്കൾ പറഞ്ഞത്. ഇപ്പോൾ ആ SFIയുടെ കുറ്റപത്രമാണ് വന്നിരിക്കുന്നത്. ഒരു തെളിവും ഈ ഇല്ലാത്ത സേവനത്തിന് ഉണ്ടാക്കാൻ വീണയ്ക്കും കഴിഞ്ഞിട്ടില്ല, CMR-നും കഴിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോഴും CPM നേതാക്കൾ പ്രതികരിക്കണ്ടേ? അല്ലധികം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ CPM നേതാക്കൾ പാർട്ടി കോൺഗ്രസ്സുകാരാണ്. സ്വാഭാവികമായി ഇക്കാര്യത്തിൽ പ്രതികരിക്കാതിരിക്കില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അത് ഒരുപക്ഷെ ഇന്നുണ്ടാകണമെന്നില്ലായിരിക്കും, നാളെ ആയിരിക്കും ആ പ്രതികരണം ഉണ്ടാവുക. എന്തായാലും CPM അക്കാര്യത്തിൽ പ്രതികരിക്കുക തന്നെ ചെയ്യും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം.